ഹേയ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫെറ. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്നൊരു യാത്ര പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്രയാണ്. ശനിയാഴ്ച രാത്രി നമ്മൾ ക്ലിനിക്കൊക്കെ വൈൻഡപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ യാത്ര പുറപ്പെടുന്നത്. പിന്നെ ഞായറാഴ്ച ആണെങ്കിൽ 2 ആഘോഷങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ. നബിദിനാഘോഷം അതുപോലെ ഓണാഘോഷം. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇതുപോലെ ചെറിയൊരു പള്ളിയുണ്ട്. അവിടെ ഈ പ്രാവശ്യം നബിദിനാഘോഷം ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാറെടുത്തിട്ട് ഈ വഴി പോകാൻ പറ്റില്ല. മാത്രമല്ല രാവിലെ മുതൽ രാത്രി വരെ പാട്ടും അതിൻ്റെ ബഹളങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഡ്രൈവ് പോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. മൺഡേ ക്ലിനിക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ദൂരമുള്ള സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ വയനാട് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് മൈസൂരായിട്ടോ. പക്ഷേ നമ്മൾ ക്ലിനിക്കൊക്കെ ക്ലോസ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മൈസൂരിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കാട് ക്രോസ് ചെയ്യണമല്ലോ. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ ഒരു 9 മണിക്ക് മുന്നെങ്കിലും എത്തണം, ഇല്ലെങ്കിൽ നമുക്ക് കാട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ തിരക്ക് പിടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വയനാട്ടിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്നുള്ള പ്ലാനിലായിട്ടോ. പക്ഷേ അങ്ങനെ എവിടെയെങ്കിലും റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കങ്ങനെ പോകെ എവിടെയെങ്കിലുമൊക്കെ നോക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയതാണ്. മാത്രമല്ല ഓണത്തിന് മുന്നേ ഉള്ള ശനിയാഴ്ച ആയതുകൊണ്ട് ക്ലിനിക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മക്കളൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പം നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഒരു ടീ കോഫി അങ്ങനെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചുരം കഴിഞ്ഞ് കണ്ട ആദ്യത്തെ ഹോട്ടലിൽ തന്നെ നമ്മൾ ഹോൾട്ട് ചെയ്തിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പൊക്കെ ആദ്യം ഒന്ന് തീർത്തിട്ട് നമുക്ക് നമ്മുടെ താമസിക്കാനുള്ള സ്ഥലത്തിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. യൂഷ്വലി നമ്മൾ ഹോട്ടൽസിൽ കയറി കഴിഞ്ഞാൽ ജ്യൂസ് ഓർഡർ ചെയ്യാറില്ല കേട്ടോ. പക്ഷേ അന്ന് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് 2 കൂളേഴ്സ് ആയിരുന്നു കേട്ടോ. ഒരു മാംഗോ കൂളറും പിന്നെ ഒരു ലെമൺ ഐസ് ടീയും. അതിൽ എനിക്കിഷ്ടമായത് മാംഗോ കൂളറാട്ടോ. കാരണം ഇതിൽ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അത്ര ഒരു മധുരം തോന്നിയിട്ടില്ല. പക്ഷേ ഐസ് ടീക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഒരു പൊടിക്ക് മധുരം കൂടുതലായിരുന്നു കേട്ടോ. മാത്രമല്ല അവിടെ എൻട്രൻസിൽ കുറച്ച് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ബ്ലൂബെറി ചീസ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിൽട്ടൻ്റെ തന്നെ ബത്തേരിയിലെ ബ്രാഞ്ചിൽ അവർക്ക് ഇതുപോലെ ഹോട്ടൽസ് ഉണ്ട്. അതായത് താമസം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ നമ്പറൊക്കെ വാങ്ങിയിട്ട് അവിടെ വിളിച്ച് അവിടെ അവൈലബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ 2 പേർക്ക് റൂം അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പം നമ്മൾ ഇവിടെ താമസിക്കുന്നുള്ളതിനൊരു തീരുമാനമായി. അങ്ങനെ ഭക്ഷണമൊക്കെ വന്ന് നമ്മൾ വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിപ്പോയി. നമ്മൾ ജ്യൂസൊന്നും ഫുള്ളാക്കാനുള്ള ഒരു സ്പേസ് പിന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ബാക്കി വന്ന ജ്യൂസൊക്കെ പാഴ്സലെടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. വിൽട്ടൺ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റിന് നല്ല റിവ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവരുടെ സ്റ്റേ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത യാത്രകളാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ ഇത് നമ്മൾ 2 പേരും മാത്രമാകുമ്പോഴേ നടക്കുള്ളൂ. മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോവും. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വിൽട്ടൺ ഹോട്ടൽ ബത്തേരിയിലേക്കാണ്. പോകുന്ന വഴി നമ്മൾ ഇതുപോലെ ഒരുപാട് ഹോട്ടൽസ് കണ്ടിട്ടോ. നല്ല നല്ല ഹോട്ടൽസ് നമുക്കിതുപോലെ പെട്ടെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോകുമ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് കഴിഞ്ഞ് നമ്മൾ ബത്തേരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിളിച്ച് പറഞ്ഞുകൊണ്ട് റൂമെല്ലാം സെറ്റാണ്. പിന്നെ റൂം എടുക്കുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മൾ രാത്രി എത്ര ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് നമ്മൾ വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് മതി എന്ന് പറഞ്ഞു. അത് രണ്ടും തമ്മിൽ ചെറിയൊരു എമൗണ്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അവിടുത്തെ റിസപ്ഷൻ ഏരിയ ഒക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പ്ലാൻസും പിന്നെ ഇവിടെ വരുന്നവർക്ക് വാങ്ങിക്കാനായിട്ട് ഇവരുടെ ഷെൽഫിലും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ കോക്കനട്ട് ഓയിൽ അതുപോലെ ഹണി. അങ്ങനെ ചെക്കിനൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത റൂം. ചെറിയൊരു റൂമാണ് കേട്ടോ, പക്ഷേ അത് പെർഫെക്റ്റ് ആണ് ഫോർ 2 പീപ്പിൾ. മാത്രമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു.
അങ്ങനെ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ചെറിയൊരു റൂം ടൂറൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല ടയേർഡായിരുന്നു. എൻ്റെ ശബ്ദത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം തോന്നുന്നില്ലേ? ഈ വീഡിയോൻ്റെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ ഏകദേശം ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ബാക്കി വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ മൈസൂർ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് ഒട്ടും തന്നെ വയ്യാണ്ടായി. എൻ്റെ സൗണ്ടൊക്കെ കംപ്ലീറ്റ്ലി പോയി. അന്നത്തെ ദിവസം പിന്നെ നമ്മൾ നല്ല ടയേർഡായതുകൊണ്ട് വേഗം കിടന്നുറങ്ങിയിട്ടോ. അടുത്ത ദിവസം തന്നെ രാവിലെ എണീറ്റ് പോകാനൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷേ നമ്മൾ ഉറക്കം കാരണം കുറച്ചൊന്ന് ഡിലേ ആയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനുള്ള വിശപ്പായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബ്ലാക്ക് കോഫി കുടിക്കാമെന്ന്. ഇനി മൈസൂർ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് വലിയ പ്ലാനിങ്സ് ഒന്നും ഇല്ല കേട്ടോ. അവിടെ ഒരു കാർ മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ റിലേറ്റീവ് ഹൈഫ 2-3 സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ഫ്രണ്ട് സെഫിയൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഐക്കിയെന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എത്തിയിട്ട് കുറേ ആയി. അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യം സെഫിയൻ്റെ വീട്ടിൽ കയറി അതെല്ലാം കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. സെഫിയ താമസിക്കുന്നത് മൈസൂരായതുകൊണ്ട് നമുക്ക് ഐക്യൻ്റെ പ്രൊഡക്ട്സ് അവിടേക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയ ട്രയൽ നടത്തിയതാണ്. എനിക്ക് വേണ്ടിയ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയതാണ്. അപ്പം അത് സക്സസ്ഫുള്ളി അവളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളേതായാലും മൈസൂർ വരെ പോകുന്നതുകൊണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ സെഫിയ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു. നമ്മളെ നാട്ടിലേക്ക് ഐക്യൻ്റെ ഡെലിവറി ഒന്നുമില്ല കേട്ടോ. ഇത് പിന്നെ കർണാടക ആയതുകൊണ്ടായിരിക്കും മൈസൂരിലേക്കൊക്കെ ഡെലിവറി ഉണ്ട്. മാത്രമല്ല പറഞ്ഞ ദിവസത്തിനേക്കാളും എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റിനേക്കാളും മുന്നേ അവർ അവിടെ എത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ കോഫിയെല്ലാം കുടിച്ചു കഴിഞ്ഞു. ഞാൻ പിന്നെ ബെഡെല്ലാം ഒന്ന് മേക്ക് ചെയ്തു. പിന്നെ അവരുടെ അടുത്തുനിന്ന് 2 ലോണ്ട്രി ബാഗൊക്കെ ചോദിച്ചു. ഞാൻ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ വേറെ തന്നെ മാറ്റി റൂമെല്ലാം നീറ്റാക്കി. എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല റൂമായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു. നല്ലോണം കിടന്നുറങ്ങിയിട്ടോ. ഇന്നലെ നല്ല ടയേർഡായിരുന്നു. ക്ഷീണമൊക്കെ മാറി നമ്മൾ നല്ലോണം റെസ്റ്റ് എടുത്തു. അങ്ങനെ നമ്മൾ വിൽട്ടൺ ഹോട്ടൽ ബത്തേരിയിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ നമുക്ക് കാട് ക്രോസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയത്തായതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരിക്കും കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഏകദേശം കാടെത്തി. നമ്മൾ ആക്ച്വലി ഓൺലൈനിൽ നോക്കിയപ്പം ഇവിടെ ഒരു സ്റ്റേ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് നിയർ മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടേക്ക് നമ്മൾ 9 മണിക്ക് മുന്നെങ്കിലുമായിട്ട് എത്തണം, ഇല്ലെങ്കിൽ പിന്നെ അവർ ചെക്ക് പോസ്റ്റ് കടത്തി വിടുമെന്ന് സംശയമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടൊരു സമയം നോക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 10 മണിയാകും ഇവിടെ എത്താൻ. പക്ഷേ 10 മണിക്കും നമ്മൾ കറക്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. അപ്പം അങ്ങനെ ആണ് നമ്മൾ ആ ഒരു റിസോർട്ട് വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വരുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റേ നോക്കാം എന്നുള്ളൊരു പ്ലാനിലായത്. പിന്നെ ഈ കാട്ടിലൂടെ പോകുമ്പം എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു മൃഗത്തിനെ കാണുമല്ലോ. ഒന്നെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു മാനോ അല്ലെങ്കിൽ ആനയോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ കാണാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇപ്രാവശ്യം ഒന്നിനെയും കണ്ടില്ലല്ലോ. പക്ഷെ മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ കാട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. അങ്ങനെ കാട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ദേ ഒരു ആന, ഫൈനലി ഒരു ആനനെ സ്പോട്ട് ചെയ്തു. ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കൊമ്പനാനായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അതിനെ നോക്കിയെന്ന് നമ്മൾ പിന്നെ വേഗം സ്ഥലം വിട്ടു. നമ്മൾ കാട്ടിൽ കയറിയതിന് ശേഷം വിൻഡോ ഒക്കെ താത്തിട്ടിട്ടാണ് കേട്ടോ യാത്ര ചെയ്തത്. എന്തോ ഭയങ്കര ഒരു ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അങ്ങനെ കാട് കഴിഞ്ഞ പാടിനെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ കാണാം. പച്ചക്കറികളും അതുപോലെ ഒരുപാട് ധാന്യങ്ങളൊക്കെ വിൽക്കുന്ന കുഞ്ഞി കുഞ്ഞി കടകൾ കാണാം. അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് ടൊമാറ്റോ അങ്ങനെ ധാന്യങ്ങളാണ് ഞാൻ കുറച്ച് അധികം എടുത്തത് കേട്ടോ. കാരണം നമ്മളെ വീട്ടിലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ധാന്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വരുമ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം നമ്മളെ നാട്ടിൽ അത്ര കോമൺ അല്ലാത്ത ധാന്യങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ നേരെ പോണത് സെഫിയൻ്റെ വീട്ടിലേക്കാണ്. സെഫിയനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം നാട്ടിൽ നിന്ന് കുറേ റിലേറ്റീവ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പുറത്തിറങ്ങുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ സെഫിയനെ മീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ സെക്യൂരിറ്റിൻ്റെ അടുത്ത് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെറുതായിട്ടൊരു വിശപ്പൊക്കെ തുടങ്ങിയപ്പോൾ നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചു കേട്ടോ. പക്ഷെ നമ്മളെ നാട്ടിലെ കരിമ്പ് ജ്യൂസ് പോലെയൊന്നുമല്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. മാത്രമല്ല ആ ഗ്ലാസ്സിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലും ഉണ്ട്. അങ്ങനെ സെഫിയൻ്റെ അപ്പാർട്ട്മെൻറ്റ് എത്താനായിട്ടുണ്ട്. സെഫിയ ഉണ്ട് അവിടെ, അവളുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും മുകളിൽ പോയിട്ട് നമ്മുടെ സാധനം കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെഫിയൻ്റെ അപ്പാർട്ട്മെൻറ്റിലെത്തി. നമുക്ക് നല്ല അടിപൊളി കോഫിയും പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നാട്ടിൽ നിന്ന് അവർ വന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് അടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള അടയും സ്പൈസി ആയിട്ടുള്ള അടയും അതൊക്കെ നല്ല ചൂടോടൊക്കെ സെഫിയ ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ ഒരുപാട് ടൈമൊന്നും ഇല്ലായിരുന്നു. ഉള്ള സമയം കൊണ്ട് ഇത്തിരി എടുത്തു. ചെറിയ മോക്കാണെങ്കിൽ തീരെ വയ്യ. അപ്പോൾ അങ്ങനെ ഒരു അവിടെ തന്നെ കുറച്ചൊരു ഹസിലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. ഇതാണ് നമ്മുടെ ഐക്യന്ന് വന്നിട്ടുള്ള ബോക്സ്. നമ്മളതും കളക്ട് ചെയ്ത് നമ്മൾ സെഫിയൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. സെഫിയ നമ്മളെ കുറേ നിർബന്ധിച്ചാട്ടോ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് കുറച്ചെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പം നല്ല ഓപ്പൺ മസാല ദോശ, മൈസൂർ മസാല ദോശ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഗുരുദർശിനി ദോശ പാലസിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. ഇതൊക്കെ നമുക്ക് ഹൈഫ സജസ്റ്റ് ചെയ്ത് തന്ന കുറച്ച് സ്പോട്ട്സാണ് കേട്ടോ. അങ്ങനെ സെഫിയൻ്റെ അവിടെ നിന്ന് ചെറിയൊരു കോഫിയും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചപ്പോഴേ നമ്മൾ ആ ഒരു വലിയ വിശപ്പൊക്കെ മാറിപ്പോയി. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരു ഓപ്പൺ മസാല ദോശയും അതുപോലെ ഒരു മൈസൂർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അവിടുത്തെ ചായയും കോഫിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ചായയും കോഫിയും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി. സെൽഫ് സർവീസാണ്. പിന്നെ മൈസൂർ മസാല അത്ര ഒരു ടേസ്റ്റ് ഇല്ല, പക്ഷേ ഓപ്പൺ മസാലേൻ്റെ ആ ഒരു മസാലയ്ക്ക് ഒരു ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ദോശയിൽ ബട്ടറൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. ആ ബട്ടറിൻ്റെ ടേസ്റ്റും ഭയങ്കരമാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും അത് കഴിച്ചപ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും ഫുള്ളായി. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഓരോ കോഫിയെല്ലാം കുടിച്ച് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ പുറത്തുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ അവിടേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആക്കിയിട്ടിടാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, മറക്കാണ്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.